കേരളത്തെ നടുക്കിയ കേസിലാണ് 11 വർഷത്തിന് ശേഷം ഇപ്പോൾ വിധി പ്രഖ്യാപനമുണ്ടാകുന്നത്. ശിക്ഷാവിധി പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടാനമ്മയ്ക്കാണ് 15 വർഷത്തെ തടവ് വിധിച്ചിരിക്കുന്നത്. അച്ഛൻ ഒന്നാം പ്രതി ഷെരീഫിനെ 9 വർഷവും തടവിന് ശിക്ഷിച്ചിരിക്കുന്നു കോടതി. ഇപ്പോൾ സാഗർ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. സാഗർ, 11 വർഷത്തിന് ശേഷം കോടതി വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇപ്പോൾ പ്രഖ്യാപിച്ച ഈ വിധി അത് ഷഫീഖിന് നീതി നൽകുന്നതാണ് എന്ന പോറ്റമ്മയുടെ പ്രതികരണവും വരുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രേണുക, 11 വർഷത്തിന് ശേഷമാണ് കുമ്മളിയിൽ 4.5 വയസ്സുകാരൻ ഷഫീഖിനെ പിതാവും രണ്ടാനമ്മയും ക്രൂരമായി പീഡിപ്പിച്ച കേസിൽ വിധി വന്നിരിക്കുന്നത്. ഈ വിധി തീർത്തും ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു വിധിയാണ്. വിധിയിൽ സന്തോഷമുണ്ടെന്നാണ് ഷഫീഖിന്റെ ഇപ്പോഴത്തെ പോറ്റമ്മയായ രാഗിണിയും പ്രോസിക്യൂഷനും ഒരേ തരത്തിൽ അഭിപ്രായപ്പെട്ടത്. വിധി തൃപ്തികരമാണെന്നാണ് ഇരുവരുടെയും പ്രതികരണം. ഷഫീഖിനെ 2013 ഇത്തരത്തിൽ ക്രൂരമായ പീഡനത്തിന് പിതാവും രണ്ടാനമ്മയും കൂടി ഇരയാക്കിയത്. ഇതിൽ ഇന്ന് വന്ന വിധിയിൽ ഒന്നാം പ്രതിയായ കുട്ടിയുടെ പിതാവ് ഷെരീഫിന് 9 വർഷം തടവും 50,000 രൂപ പിഴയുമാണ് കോടതി വിധിച്ചിരിക്കുന്നത്. ഇതിൽ 50,000 രൂപ പിഴ അടച്ചില്ലെങ്കിൽ അധികമായി തടവ് അനുഭവിക്കണം. അതേപോലെ തന്നെ രണ്ടാം പ്രതിയായ കുട്ടിയുടെ രണ്ടാനമ്മ അനീഷയ്ക്ക് 15 വർഷം തടവും 2 ലക്ഷം രൂപ പിഴയുമാണ് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇടുക്കി 1ാം ക്ലാസ് അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഇത്തരത്തിൽ വിധി പ്രസ്താവിച്ചത്. എന്തായാലും ഈ വിധിയെ പോറ്റമ്മ രാഗിണിയും സ്വാഗതം ചെയ്യുകയാണ്. ഷഫീഖിനുള്ള നീതിയാണ് ലഭിച്ചതെന്നാണ് ഇവരുടെ പ്രതികരണം. 2013 ജൂലൈ 15 ഇത്തരത്തിലുള്ള സംഭവം നടന്നത്. ഷെരീഫിന്റെ ആദ്യ ഭാര്യയുടെ കുട്ടിയാണ് ഈ ക്രൂര പീഡനത്തിന് ഇരയായ ഷഫീഖിന് പിതാവും രണ്ടാനമ്മയും ചേർന്ന് തലയ്ക്ക് ഉൾപ്പെടെ മാരകമായി മുറിവേൽപ്പിച്ചു. ശരീരത്തിന്റെ പല ഭാഗങ്ങളും പൊള്ളിച്ചു. ഇത്തരത്തിൽ ക്രൂരമായ ഒരു നടപടിയാണ് ഷഫീഖിന്റെ മേൽ ഇവർ നടത്തിയത്. കുട്ടിയുടെ നിലവിളി കേട്ട അയൽവാസികൾ അന്ന് ഓടിക്കൂടി. തുടർന്ന് കുട്ടിയെ ഷഫീഖിനെ ആശുപത്രിയിലാക്കി. ആദ്യം തന്നെ കുട്ടി വീണ് പരിക്കേറ്റെന്നാണ് മാതാപിതാക്കൾ പ്രചരണം നടത്തിയത്. രണ്ടുപേരെയും പിറ്റേ ദിവസം തന്നെ കുമ്മളി പോലീസ് അറസ്റ്റ് ചെയ്തു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഷഫീഖിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാക്കുകയായിരുന്നു. പിന്നീടാണ് വെല്ലൂർ മെഡിക്കൽ കോളേജിലേക്കും. പിന്നീട് ആഴ്ചകൾ നീണ്ട ചികിത്സയ്ക്ക് ശേഷം സർക്കാർ കുട്ടിയെ ഏറ്റെടുക്കുകയായിരുന്നു. ഈ കുട്ടിയുടെ തലച്ചോറിനേറ്റ ക്ഷതം കാരണമാണ് കുട്ടിയുടെ സംസാരശേഷി പൂർണ്ണമായും ഇല്ലാതായത്. ഈ കാരണങ്ങളെല്ലാം തന്നെ പ്രോസിക്യൂഷൻ കൃത്യമായി കോടതിയിൽ ഉന്നയിച്ചു. സാക്ഷികൾ വിസ്തരിച്ചു. 17 സാക്ഷികളെയാണ് കോടതിയിൽ വിസ്തരിച്ചത്. ഇവരെല്ലാം തന്നെ ഈ സാക്ഷികളെല്ലാം തന്നെ പ്രതികൾക്കെതിരായ മൊഴിയാണ് നൽകിയത്. പ്രധാനമായും മെഡിക്കൽ തെളിവുകളും സാഹചര്യ തെളിവുകളുമാണ് ഇവർക്ക് ഇത്തരത്തിലൊരു വിധി ലഭിക്കുവാനായി ഇടയായത്. പ്രോസിക്യൂഷൻ അത്തരത്തിലാണ് ഒരു കേസ് മുന്നോട്ട് കൊണ്ടുപോയത്. മെഡിക്കൽ രേഖകളും ഡോക്ടർമാരെ ഉൾപ്പെടെയാണ് കോടതിയിൽ വിസ്തരിച്ചത്. അവസാനം ഷഫീഖിന് നീതി ലഭിച്ചു എന്ന് തന്നെയാണ് കരുതുന്നത്. രേണുക, ശരി, സാഗറാണ് വിവരങ്ങൾ നൽകിയത്.